നൽകിയിട്ടില്ല. അത്തരത്തിൽ കത്ത് നൽകിയെന്നുള്ള പ്രചരണം തെറ്റാണ്. അത്തരത്തിൽ കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നും കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെടുകയാണ്. എറണാകുളം പിറവത്ത് വനിതാ കൗൺസിലർക്ക് കുത്തേറ്റു. 4-ാം വാർഡിലെ കൗൺസിലർ ക്രിസ്റ്റി ജോണിനാണ് കുത്തേറ്റത്. ഭർത്താവിന്റെ പിതാവാണ് ആക്രമിച്ചത്. ഭർത്തൃമാതാവിനും കുത്തേറ്റിട്ടുണ്ടെന്നാണ് വിവരം. വിശദാംശങ്ങളുമായി ജോയ്മോൻ ജോസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ജോയ്, എന്താണ് ഈ ആക്രമണത്തിന് കാരണമായത്? ഇപ്പോൾ ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഗൗതം, ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം എറണാകുളം പിറവത്ത് നടക്കുന്നത്. പിറവത്തെ തന്നെ 4-ാം വാർഡിലെ കൗൺസിലറായ ക്രിസ്റ്റി ജോണിനും അതോടൊപ്പം തന്നെ ക്രിസ്റ്റി ജോണിൻ്റെ ഭർത്തർ മാതാവിനുമാണ് കുത്തേറ്റത്. ഈ ഭർത്തർ പിതാവ് ജോയിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. ഇയാൾ മദ്യലഹരിയിൽ ഇന്ന് വീട്ടിലേക്ക്, അതായത് ഇവരുടെ വീട്ടിലേക്ക് വൈകുന്നേരത്തോടെ മദ്യലഹരിയിൽ ഈ പ്രതിയായ ജോയി എത്തുകയും അവിടെ വെച്ച് ഈ കുടുംബവുമായ ഒരു വാക്കേറ്റവും ബഹളവുമൊക്കെ ഉണ്ടായിരുന്നു. അതായത് മദ്യപാനം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ ഒരു തർക്കം ഈ കുടുംബങ്ങളിൽ ഈ ഭർത്തർ പിതാവും അതോടൊപ്പം തന്നെ ഈ കൗൺസിലറും ഭർത്തർ മാതാവും തമ്മിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഭർത്തർ മാതാവിനെ ആക്രമിക്കാനായി ഈ ഭർത്തർ പിതാവ് ശ്രമിക്കുന്നതിനിടെ, അല്ലെങ്കിൽ അത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ കൗൺസിലർ ക്രിസ്റ്റിക്ക് കുത്തേൽക്കുന്നത്. ക്രിസ്റ്റിയുടെ വയറിനാണ് കുത്തേറ്റത്. 4 സ്റ്റിച്ചുകൾ ഇട്ടിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇരുവരെയും, അതായത് കുത്തേറ്റ കൗൺസിലറെയും അതോടൊപ്പം തന്നെ കൗൺസിലറുടെ ഭർത്തർ മാതാവിനെയും നിലവിൽ പിറവത്തെ തന്നെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് ാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ അക്രമം നടത്തിയ, മദ്യലഹരിയിൽ അക്രമം നടത്തിയ ഭർത്തർ പിതാവ് ജോയിക്കായിട്ട് പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ നിലവിൽ ഇയാൾ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ഈ കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ആരായേണ്ടതുണ്ട്. ഗൗതം, ശരി, ജോയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുടുംബ തർക്കത്തെ തുടർന്നുള്ള അക്രമത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൗൺസിലർക്ക് കുത്തേറ്റതെന്നാണ് ജോയ് നൽകുന്ന റിപ്പോർട്ട്. ഈ അക്രമിക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്.